പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രദർ സ്വരൂപ് ആൻഡ് ഫാമിലിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തിരുവചനത്തിലോട്ട് കടക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ തന്നെ പ്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. പ്രിയ സ്വരൂപ് ബ്രദറിൻ്റെ മേൽ അസാധാരണമായ ദൈവശക്തി ഈ ദിവസങ്ങളിൽ പകരപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് നിലനിർത്തുവാനുള്ളൊരു വലിയ കൃപ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മേൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനായ ഒരു ദർശകനായി, ശക്തനായ ഒരു പ്രവാചകനായി ലോക രാജ്യങ്ങളിൽ പലയിടത്ത് ഉപയോഗിക്കപ്പെടുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ കർത്താവുള്ള എല്ലാ പ്രശ്നങ്ങളെയും കർത്താവെ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഈ ദിവസങ്ങളിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് സോൾവ് ആയി എന്ന് കേൾക്കുവാനായിട്ട് ഞങ്ങൾ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. കർത്താവെ, അദ്ദേഹത്തെയും വൈഫിനെയും കുഞ്ഞിനെയും തൻ്റെ മാതാപിതാക്കളെയും ഒക്കെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വളരെ സന്തോഷത്തോടെ വീണ്ടും നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് ആമേൻ ദൈവത്തിൻ്റെ മഹാകരുണയും ഭാഗ്യവുമായി ഞാൻ കണക്കാക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാം നിരന്തരമായി എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർവസ്റ്റ് ടി വിയിൽ. നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ മറ്റൊരു വ്യക്തിയോടും കൂടെ ഇതിനെക്കുറിച്ച് പറയുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കളിലൊക്കെ ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക്, സൂം മീറ്റിങ്ങിലേക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായിട്ട് ഗ്ലോറി എന്ന ആശയത്തെക്കുറിച്ച് അതിൻ്റെ പല ആശയങ്ങൾ, പല ആഴങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, ആ മഹത്വത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു, നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു മത്സ്യത്തിന് വെള്ളം എന്നതുപോലെ, ഒരു പക്ഷിക്ക് ആകാശവിധാനം എന്നതുപോലെ മനുഷ്യന് അത്യന്താപേക്ഷികമായിട്ട് ആവശ്യമുള്ളത് ഹല്ലേലൂയ മറ്റ് ഒന്നുമല്ല, ഏറ്റവും ആദ്യം തനിക്ക് ആവശ്യമുള്ളത് സാന്നിധ്യമാണ്. സാന്നിധ്യം എന്ന മേഘത്തിൻ്റെ അകത്ത് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ കാര്യങ്ങളും അസാധാരണമായിട്ട് മാറും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവശ്വാസമായി ഈ ദിവസങ്ങളിൽ മാറുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവശ്വാസമായി മാറുവാനായിട്ട് ഇടയായി തീരണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സസ് 20 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 30:20 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. And that you may love the Lord your God, listen to his voice and hold fast to him, for the Lord is your life. നിന്റെ ദൈവമായ യഹോവ നിന്റെ ജീവൻ ആകുന്നു. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ തലത്തിൽ നിങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവം നിങ്ങളുടെ ജീവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ജീവനായി മാറണം. മഹത്വത്തിൻ്റെ തലത്തിൽ നമുക്കറിയാം, ദൈവവുമായി നമുക്ക് ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. ഏറ്റവും ആഴമേറിയ ബന്ധമാണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അതിനായിട്ടാണ് ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ എപ്പോഴും ആഴങ്ങളിലേക്ക് തൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, മറുരൂപ മലയിൽ വെച്ച് ബാക്കി ശിഷ്യന്മാർ 9 പേർ താഴെ നിൽക്കുമ്പോൾ, താഴ്വരയിൽ നിൽക്കുമ്പോൾ 3 പേരെ ഒരു പ്രത്യേക ഇൻവിറ്റേഷൻ കൊടുത്ത് യേശു തൻ്റെ ആഴങ്ങളിലേക്ക് ക്ഷണിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവബന്ധത്തിൻ്റെ മറ്റൊരാഴത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹത്വത്തിൻ്റെ തലത്തിൽ ചലിക്കാനായി സാധിക്കും. എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവബന്ധത്തിൻ്റെ
മറ്റൊരാഴം എൻ്റെ മുൻപിൽ തുറന്നു വന്നാൽ ആമേൻ എൻ്റെ മഹത്വത്തിൽ ചലിക്കാനായി സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ പിതാവായിട്ട് കണക്കാക്കാറുണ്ട്, ദൈവത്തെ യജമാനായിട്ട് കുറേ പേര് കണക്കാക്കുന്നുണ്ട്, ദൈവത്തെ ദൈവമായി കണക്കാക്കുന്നുണ്ട്, ദൈവത്തെ ഭയത്തോടെ കാണുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ പല 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 ആസ്പെക്റ്റുകൾ നമ്മുടെ ദൈവത്തിനുണ്ടെങ്കിലും ദൈവത്തിന് പല ഡയമെൻഷൻസ് ഉണ്ട്. അതിൻ്റെ ചില ആഴങ്ങളിലോട്ട് കയറാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മഹത്വപൂർണ്ണമായി മാറും. ആ മഹത്വത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു ദൈവബന്ധത്തിലെ ഒരാശയമാണ് ദൈവം നമ്മുടെ ജീവനാകുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ ജീവനാകുന്നു, യേശു കർത്താവ് എൻ്റെ ജീവനാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ ഭക്ഷിക്കുമ്പോൾ, നമ്മൾ യേശുവുമായി ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പോലെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലൂടെ ഒഴുകാനായി തുടങ്ങും. ഓ റാമാഷാ കാറ്റാസാബാറഹസിയ. നിങ്ങൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പം നിങ്ങളുടെ അകത്തുള്ള ചോരയും നീരിനെയും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമോ? നിങ്ങൾ സ്കൂളിൽ പോകുമ്പം ചോര നീ ഇന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുമോ? നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പം ചോരയെ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് കാണാം എന്ന് പറയുമോ? നോ. നിങ്ങളുടെ ബ്ലഡ്, നിങ്ങളുടെ ജീവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ? 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ? നിങ്ങളുടെ കൂടെ ഹല്ലേലൂയ ജീവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എപ്പോഴും കൂടെയുള്ള ഒരു കാര്യമാണ് ജീവൻ. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ പറയുമോ, ജീവനെ അല്ലെങ്കിൽ രക്തമേ നീ അല്പനേരം മാറി നിൽക്കും, ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ വന്ന് നിന്നോട് സംസാരിക്കാം, രാവിലെ വന്ന് നമുക്ക് അഭേദ്യമായ ബന്ധം നടത്താമെന്ന് പറയത്തില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ അകത്തുള്ള ബ്ലഡും അല്ലെങ്കിൽ ആ ജീവനും ഹല്ലേലൂയ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് ഒന്നായി ഇണ ചേർന്ന് കിടക്കുകയാണ്. ഓ റാമാഷാകാറ്റാസിയ. മഹത്വത്തിൻ്റെ തലത്തിൽ ദൈവത്തെ നിങ്ങൾ ഇങ്ങനെ കാണണം. ദൈവം നമ്മുടെ ജീവനാണ്, അവൻ എൻ്റെ ജീവന്റെ ബലമാണ്. ശരിക്കും അവൻ എൻ്റെ ജീവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാട്ടെ. ശരിക്കും ദൈവത്തെ നിങ്ങളുടെ ജീവവായുവായിട്ടൊന്ന് കണ്ടു നോക്കിക്കാട്ടെ. Hallelujah. He is a breath of life. Hallelujah. Hallelujah. ഹാലലൂയ. ശബ്ദമുയർത്തി ഹാലലൂയ പറഞ്ഞേ. അവൻ്റെ ജീവൻ എന്നിലൂടെ ഒഴുകാൻ അനുവദിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് മഹത്വത്തിൻ്റെ ജീവിതം. നമ്മൾ ആദാമിനെ എടുത്തു പഠിച്ചാൽ ആദാമിൽ ഈ ദൈവത്തിൻ്റെ ജീവനാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ദൈവം അവൻ്റെ ജീവനായിരുന്നു. ഓ റാമാഷാ കാറ്റാസിയ. ആ ഒരു ആഴമേറിയ ഇണപിരിയാൻ കഴിയാത്ത ഒരു ഡെപ്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കൂടെ ഉള്ളൊരു അനുഭവം, ഹല്ലേലൂയ, വിട്ടു പിരിയാൻ കഴിയാത്തൊരനുഭവം. പാട്ടുകാരൻ പറഞ്ഞതുപോലെ, വിട്ടു പിരിയാൻ കഴിവതില്ലേ നിന്റെ സാന്നിധ്യം അറിഞ്ഞിടുമ്പോൾ, പിരിഞ്ഞിരിപ്പാൻ കഴിവതില്ലേ നിന്റെ സാന്നിധ്യം രുചിച്ചിടുമ്പോൾ. ഹല്ലേലൂയ. വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു കാര്യമേ നിങ്ങളുടെ ലൈഫിലുള്ളൂ, അത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവനാണ്. ഈ ഉടുപ്പ് വേണമെങ്കിൽ എനിക്ക് അല്പനേരത്തേക്ക് മാറ്റിയിടാം. ഹല്ലേലൂയ. ഞാൻ കിട്ടിയിരിക്കുന്ന വാച്ച് വേണമെങ്കിൽ എനിക്ക് അല്പനേരത്തേക്ക് മാറ്റിയിടാം. ഞാൻ കിട്ടിയിരിക്കുന്ന ബെൽറ്റ്, പാൻ്റ് ഒക്കെ എനിക്ക് അല്പനേരത്തേക്ക് മാറ്റിയിടാം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ എനിക്ക് മാറ്റി നിർത്താം. ഞാൻ ആയിരിക്കുന്ന വീട്, ഭവനം വിട്ടിട്ട് എനിക്ക് ചിലയിടത്ത് പോകാം. ഹല്ലേലൂയ. ഞാൻ ഓടിക്കുന്ന വാഹനം വിട്ടിട്ട് എനിക്ക് വേറൊരു വാഹനത്തെ കയറാം. ഇതെല്ലാം നടക്കുമെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും പിടിച്ചു കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവൻ. അങ്ങനെ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ജീവനായി യേശു നിനക്ക് മാറാൻ പറ്റും. അതിൻ്റെ പേരാണ് മഹത്വത്തിൻ്റെ തലം. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ നിന്റെ ജീവനായി മാറും. ക്രൈസ്റ്റ് വിൽ ബിക്കം യുവർ
ലൈഫ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവനായി മാറും. പുതിയ നിയമത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നവൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നപ്പോൾ ക്രിസ്തു നമ്മുടെ എല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നപ്പോൾ ക്രിസ്തു നമ്മുടെ എല്ലാമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം 30-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. It is because of him that you are in Christ Jesus, who has become for us wisdom from God, that is our righteousness, holiness and redemption. ആമേൻ. നമ്മൾ ക്രിസ്തുയേശുവിലല്ലോ ഇരിക്കുന്നത്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും ആമേൻ നീതിയും വിശുദ്ധിയുമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ അകത്ത് വന്ന എന്തിനാണെന്നറിയോ? നമുക്ക് വേണ്ടി എല്ലാമായി മാറാൻ. ഇനി നമ്മൾ ഓടുന്നത് ക്രിസ്തുവിൻ്റെ ജീവനിലാണ്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ ജ്ഞാനം എൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ആമേൻ ഹല്ലേലൂയ ഹോളിനെസ് എൻ്റെ ഹോളിനെസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പാട്ടുകാരൻ പറഞ്ഞത് ആമേൻ, ക്രൈസ്റ്റ് ഈസ് മൈ ഹോളിനെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൻഡ് ഹീ ഈസ് മൈ ഹോളിനെസ്. നമ്മൾ ക്രിസ്തീയ ലോകം തോറ്റുപോയത് എവിടെയാണെന്നറിയാമോ? അവർ ചിന്തിച്ചു ക്രിസ്തീയ ജീവിതം സ്വന്തമായി ജീവിക്കുന്ന ജീവിതമാണെന്ന്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവനാൽ ജീവിക്കുന്ന ജീവിതമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവനാൽ ജീവിക്കുന്ന ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ ജീവനാൽ ജീവിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ഒരു പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ ഓടത്തില്ല എന്നതുപോലെ ആ പെട്രോൾ വണ്ടി കടക്കാർ പറഞ്ഞ ലിക്വിഡ് നിങ്ങൾ അകത്തൊഴിച്ചപ്പോഴാണ് അത് ഓടിയത്, അല്ലേ? ഹല്ലേലൂയ. എന്നതുപോലെ നിങ്ങളുടെ അകത്ത് അടിക്കേണ്ട ലിക്വിഡിൻ്റെ പേര് മനുഷ്യൻ്റെ ജീവനല്ല. നിങ്ങളുടെ അകത്ത് അടിക്കേണ്ട ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനത്തിലോട്ട് ഞാനൊന്ന് വരികയാണ്. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. 5:11. 1 യോഹന്നാൻ 5:11. And this is the testimony, God has given us eternal life and this life is in his son. ഇതാവുന്നു നമ്മുടെ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ഈ ജീവൻ തൻ്റെ പുത്രനിൽ ഉണ്ടല്ലോ. Whoever has the son has life. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്. And whoever does not have the Son of God does not have life. പുത്രനില്ലാത്തവന് ജീവനില്ല. ഞാൻ ചോദിക്കട്ടെ, സിമ്പിളായിട്ടൊരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ഹിന്ദു വിശ്വാസിക്ക് ജീവനില്ലേ? നിങ്ങളുടെ അപ്പുറത്തുള്ള മറ്റു മതവിശ്വാസികൾക്കൊന്നും ജീവൻ ഇല്ലേ? ഇവിടെ ബൈബിൾ പറയുകയാണ് പുത്രനില്ലാത്തവന് ജീവനില്ലെന്ന്. അതൊരു കള്ളത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ത് നിങ്ങൾക്ക് തോന്നുന്നു? പുത്രനില്ലാത്തവന് ജീവനില്ല, പുത്രനുള്ളവനെ ജീവനുള്ളൂ. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ അകത്ത് പുത്രനില്ലാതെ, അതായത് യേശുക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ അയൽവക്കക്കാർക്കും എല്ലാവർക്കും ജീവനുണ്ട്. അവർ രാവിലെ തൊട്ട് രാത്രി വരെ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ചിലരൊക്കെ ക്രിസ്ത്യാനികളെക്കാൾ സമ്പന്നരായി സമൂഹത്തിൽ ഉന്നതരായി ജീവിക്കുന്നവർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5:11 എന്താണ് എഴുതിയിരിക്കുന്നത്? പുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ഇവിടെ 1-2 ആശയങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ജീവൻ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഗ്രീക്ക് പദം നിങ്ങളൊന്ന് പഠിക്കണം. ബൈബിളിൽ 3 ഗ്രീക്ക് പദങ്ങളുണ്ട് ജീവൻ എന്നതിനെ രേഖപ്പെടുത്തുവാൻ. 1 ബയോസ്, ശാരീരിക ജീവൻ. 2 സൂക്കെ, സൈക്കോളജിക്കൽ, മാനസിക ജീവൻ. 3 സോയേ, ദൈവത്തിൻ്റെ ജീവൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ബയോസ് അല്ല, സൂക്കെ അല്ല, സോയേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജീവൻ എന്ന പദത്തിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് സാധാരണ ജീവൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവനല്ല, ദൈവത്തിൻ്റെ ജീവൻ എന്നർത്ഥമുള്ള സോയേ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, പുത്രനിൽ മാത്രമേ ജീവൻ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഈ ജീവൻ, ഈ ദൈവത്തിൻ്റെ ജീവൻ ഇപ്പോൾ ഒരാളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരിലാണ്? അതാണ് യേശു ക്രിസ്തു ആകുന്ന പുത്രൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലുള്ള ആളുകൾക്കൊന്നും ഈ ജീവൻ പൂർണ്ണമായി ലഭ്യമായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ മുഴുവൻ ജീവനും വഹിച്ചുകൊണ്ട് നടന്ന, ദൈവിക ജീവൻ മുഴുവൻ മനുഷ്യൻ്റെ അകത്ത് വഹിച്ചുകൊണ്ട് നടന്ന ഒരേ ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ജീവൻ എന്നിവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി മനുഷ്യൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള ജീവനാണ്. മനുഷ്യൻ്റെ ഡീസലോ പെട്രോളോ ഒക്കെയായി മാറേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ ജീവനാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് ഏത് ജീവൻ ഉപയോഗിച്ചാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ജീവൻ അകത്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് ജീവിച്ചത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലാപ്ടോപ്പ് മേടിക്കാനിടയായി. പക്ഷേ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അത് എംപ്റ്റി ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റോൾ ചെയ്യുമ്പോഴാണ് അത് വർക്കിംഗ് ആരംഭിക്കുന്നത്. എന്നതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്? യേശുവിൻ്റെ ജീവനാൽ ജീവിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം എന്തുകൊണ്ട് തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് യേശുവിൻ്റെ ജീവനാലല്ല, സ്വന്തം ജീവനാലും ശ്രമത്താലുമാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ജീവിതം ഇന്ന് ബ്രേക്കായിട്ട് നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ക്രിസ്തു എൻ്റെ ജീവൻ, ക്രിസ്തു എൻ്റെ ജീവൻ. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യർ 1:27-28-29 പറഞ്ഞത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ ഇപ്പോൾ എന്നിൽ. എല്ലാവരും പറഞ്ഞേ, മനുഷ്യനെ ദൈവം എങ്ങനെ ഉണ്ടാക്കിയത്? ദൈവത്തിൻ്റെ ജീവൻ അടിച്ചോടാൻ വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയുടെ പേരാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ജീവൻ അടിച്ചോടാൻ ഉണ്ടാക്കിയ വണ്ടിയുടെ പേരാണ് മനുഷ്യൻ. ആത്മലോകമേ, നിങ്ങളിൽ നിന്ന് മറക്കപ്പെട്ടു പോയ ഏറ്റവും വലിയ സത്യം ഇതാണ്. നിങ്ങളെ ആത്മലോകം പഠിപ്പിച്ചത് ഇതാണ്. ആമേൻ. നമ്മൾ ശ്രമിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആമേൻ. നമ്മൾ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. നോ, ആദാമിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാനിടയായതിൻ്റെ അടിസ്ഥാനം യേശു ജീവിച്ച് തെളിയിച്ചതല്ല, യേശുവിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ജീവൻ അടിച്ചോടാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ ഞാൻ. എൻ്റെ ശ്രമത്തിൽ ഓടിയാൽ ഞാൻ തോറ്റുപോകും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:5 മുതൽ പറയുന്നത്, ഹല്ലേലൂയ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ. യേശു ക്രിസ്തു പറയുകയാണ്, മക്കളെ, ഞാൻ ഇത്രയും കൽപ്പനകളും ഉപദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നു എന്ന് കരുതി ഇത് ഒറ്റയ്ക്ക് കയറി നിങ്ങളുടെ ജീവൻ കൊണ്ട് ബയോസും സൂക്കയും കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ മക്കളെ തോറ്റു തുന്നം പാടി തറ വീഴും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിരിയല്ല്, എന്നിൽ വസിച്ചോണം. മുന്തിരിവള്ളി കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കണം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കത്തില്ല. കൊമ്പിനൊറ്റയ്ക്ക് ഫലം കായ്ക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മലോകം നമ്മളോട് പഠിപ്പിച്ച ഏറ്റവും വലിയ കള്ളത്തരം ഇതാണ്. കൊമ്പേ, നീ ഫലം കായ്ക്കുക. കൊമ്പേ, നീ അത് ചെയ്യുക. കൊമ്പേ, നീ ആപ്പിൾ പുറപ്പെടുവിക്കുക. കൊമ്പേ, നീ അത് ചെയ്യുക, ഇത് ചെയ്യുക. നോ, കൊമ്പിനൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊമ്പിലേക്ക് ജീവൻ ഒഴുകണം. എവിടെ നിന്നൊഴുകണം? അവൻ മുന്തിരി വള്ളിയിൽ നിന്നൊഴുകണം. ആ ജീവൻ, ആ പെട്രോൾ, ആ ഡീസൽ അങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ, നിന്റെ അകത്ത്, മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ അങ്ങോട്ട് കയറിയാൽ, മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, പിന്നെ നീ ഫലമുള്ളവനായി മാറും.
ഞാനിപ്പോൾ പ്രവചിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ആമേൻ ഇപ്പോൾ ഫലമില്ലാത്തവരാ. പക്ഷെ താമസിയാതെ നിങ്ങൾ ഫലം കായ്ക്കും. എങ്ങനെ കായ്ക്കും ബ്രദറെ? എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിനക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. നിനക്ക് പെട്രോൾ അടിക്കാനുള്ള ടാങ്ക് ഉണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ യേശു വരാൻ തുറന്നു കൊടുത്തേ. സ്വയനീതികൾ മാറ്റിവെച്ചിട്ട് യേശുവേ നിന്റെ ജീവനാൽ ഞാൻ നിറയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടാങ്ക് ഒന്ന് തുറന്നു കൊടുത്തേ. ഒരു പെട്രോൾ പമ്പിൽ കയറി ഒരു കാറിന്റെ ടാങ്ക് ആമേൻ അതിന്റെ ഉടമസ്ഥൻ തുറന്നു കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കൊന്നിനും കഴിവില്ലേ? നിങ്ങൾ ശൂന്യമാണോ? നിങ്ങളുടെ അകത്ത് ഇപ്പോൾ പെട്രോൾ ഇല്ലേ? നിങ്ങൾക്ക് മുന്നോട്ട് ഓടാൻ ഡീസൽ ഇല്ലേ? കുഴപ്പമില്ല, ടാങ്ക് തുറന്നു കൊടുക്കാമോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ടാങ്ക് തുറന്നു കൊടുക്കാമോ? അവൻ നിന്റെ അകത്ത് വരും. അവൻ നിന്റെ അകത്തിരുന്ന് ജീവിക്കും. അവന്റെ ജീവൻ നിന്റെ അകത്തൂടെ ഒഴുകും. അവൻ നിന്റെ അകത്ത് ജീവിച്ചോളും. അവന്റെ വിശുദ്ധി, അവന്റെ ജ്ഞാനം, അവന്റെ ആമേൻ സൗമ്യത, അവന്റെ സ്നേഹം, അവന്റെ യേശുവിന്റെ ജീവൻ നിന്നിലൂടെ ഒഴുകട്ടെ. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവിതം അല്ല. ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവിതം അല്ല. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവിതം അല്ല. ക്രിസ്തീയ ജീവിതം മനുഷ്യൻ ജീവിക്കേണ്ട ജീവിതം അല്ല. ക്രിസ്തീയ ജീവിതം ക്രിസ്തു ജീവിക്കേണ്ട ജീവിതം ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം ബ്രദറെ? എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കണം. തിരിച്ച് നമ്മൾ 1 യോഹന്നാൻ 5:11 വരികയാണ്. അവിടെ ഒന്നുകൂടെ വായിക്കുകയാണ്. 1 യോഹന്നാൻ 5:11. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ഈ ജീവൻ അവൻ്റെ പുത്രനിലല്ലോ ഉള്ളത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പദങ്ങൾ എല്ലാവരും വിശദീകരിക്കുന്നത് നിത്യജീവൻ എന്ന ആശയത്തെക്കുറിച്ചാണ്. സത്യമാണ്, നിത്യജീവനാണ്. എന്നിട്ട് എല്ലാവരും വിശദീകരിക്കുന്ന ഒരാശയം ഈ നിത്യജീവൻ ഇനി വരാൻ പോകുകയാണ്. അതും സത്യമാണ്. പക്ഷെങ്കിൽ ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം നിങ്ങളോട് ഞാൻ പറയാം. ആ മറഞ്ഞിരിക്കുന്ന മർമ്മം ഇതാണ്: ആ നിത്യജീവൻ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രദറെ, തെളിവ് എന്താണ്? അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഗോഡ് ഹാസ് ഗിവൺ അസ് ഇറ്റേണൽ ലൈഫ്. ഇംഗ്ലീഷ് അറിയാവുന്നവരോ മലയാളം അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അത് പാസ്റ്റ് ടെൻസ് ആണോ, പ്രസന്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസിലാണോ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലാണോ, വർത്തമാനകാലത്തിലാണോ, ഭാവി കാലത്തിലാണോ പദപ്രയോഗങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം. ഗോഡ് ഹാസ് ഗിവൺ അസ് എന്ന് പറഞ്ഞാൽ ദൈവം തരാൻ പോകുന്നു എന്നാണോ, ദൈവം നിത്യജീവൻ തരാൻ പോകുന്നു എന്നാണോ, അതോ നിത്യജീവൻ തന്നു എന്നാണോ? ശ്രദ്ധിച്ച് അതിൻ്റെ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസ് ആണോ എന്നോ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്നൊന്ന് പഠിച്ചു നോക്കിയാട്ടെ. ഗോഡ് ഹാസ് ഗിവൺ അസ് ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. തരാൻ പോകുന്നു എന്നല്ല, തന്നു. ഈ ജീവൻ തൻ്റെ പുത്രനിൽ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ അകത്ത് നിത്യജീവൻ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടത് എവിടെയാണ്? ആത്മഗോളം മുഴുവൻ തകർന്ന് തരിപ്പണമായത് എവിടെയാണ്? നിത്യജീവൻ പ്രാപിക്കാൻ പോകുന്നതായിട്ട് വിശദീകരിച്ചതിൽ. അവിടെയാണ് ക്രിസ്ത്യാനികൾ തകർന്ന് തരിപ്പണമായത്. നിത്യജീവൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അവരറിയുന്നില്ല. അതിൻ്റെ സമാപ്തി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ യേശുവിൻ്റെ ജീവൻ ഓൾറെഡി നമ്മളിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അല്ലാതെ സ്വർഗത്തിലെത്തിയിട്ട് ദാനമായി തരുന്ന ദാനമല്ല നിത്യജീവൻ. പുത്രനുള്ളവന് ജീവൻ കിട്ടാൻ പോകുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. പുത്രനുള്ളവന് ജീവനുണ്ട്. ശ്രദ്ധിച്ചൊന്ന് പരിശോധിച്ചേ, പദപ്രയോഗങ്ങളൊന്ന് പരിശോധിച്ചേ, ഞാൻ പറയുന്ന കള്ളത്തരമാണോ എന്നൊന്ന് പരിശോധിച്ചേ. നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പുത്രനുള്ളവന് ജീവൻ കിട്ടാൻ പോകുന്നു എന്നാണോ,
ഉണ്ടാകാൻ പോകുന്നു എന്നാണോ? പുത്രനുള്ളവന് ജീവൻ ഉണ്ട് എന്നാണോ? വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഹൂ എവർ ഹാസ് ദ സൺ ഹാസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നിൽ ജീവനുണ്ട്. ബ്രദറെ, ഞാൻ ക്രിസ്തീയ ജീവിതം ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചു പറ, എന്നിൽ ജീവൻ ഉണ്ട്, എന്നിൽ പുത്രത്വത്തിൻ്റെ ജീവനുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട യേശുവിൻ്റെ ജീവൻ എന്നിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാൻ വെറും കൊമ്പാണ്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനാൽ എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. ആരെങ്കിലും പറയുന്നുണ്ടോ എന്നെ കേൾക്കുന്നവർ? ബ്രദറെ, ഞാൻ ഒത്തിരി ശ്രമിച്ചു ബ്രദറെ, ഞാൻ തോറ്റുപോയി, എനിക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബ്രദറെ. നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ തോറ്റുപോയതിൻ്റെ സിമ്പിൾ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കൊമ്പാണെന്നുള്ള ബോധ്യമില്ലാതെ, മുന്തിരിവള്ളിയിൽ നിന്ന് ജീവൻ എടുക്കണമെന്നുള്ള ബോധ്യം ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ശ്രമിച്ചു, ഫലമില്ലാത്തവരായി മാറി. ആമേൻ. പിശാച് നിങ്ങളെ വലച്ചു. ഹല്ലേലൂയ, നിങ്ങൾ തകർന്നു പോയി. എന്നാൽ ഇന്നൊരൊറ്റ വെളിപ്പാട് നിങ്ങൾ സ്വീകരിച്ചാട്ടെ. ഇതൊരറിവാണ്. പിശാച് നിങ്ങളുടെ കണ്ണിനെ കുരുട്ടാക്കി മറച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് നോളജാണ്, പുത്രനുള്ളവന് ഇപ്പോൾ ജീവനുണ്ട്. യേശു ഇപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശുദ്ധിയുണ്ട്. നിങ്ങൾ അശുദ്ധനല്ല, നിങ്ങൾ വിശുദ്ധനത്രേ. നിങ്ങളിൽ അവൻ്റെ വിശുദ്ധി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾക്കാകാൻ പറ്റും. കാരണം നിങ്ങളുടെ അകത്ത് എൻ്റെ ജീവനെ ഞാൻ കുത്തി നിറച്ചതുകൊണ്ട് ഇനി നിങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. പത്രോസിന്റെ ലേഖനം പറയുകയാണ്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവന്നുവല്ലോ. ഹല്ലേലൂയ. 2 പത്രോസ് അതിൻ്റെ 1:3-4 വായിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ തൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുത്തിയല്ലോ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്തുള്ളത് കൊണ്ട്, ദൈവിക ജീവൻ എൻ്റെ അകത്തുള്ളത് കൊണ്ട്, സോയേ ലൈഫ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ സാധാരണ മനുഷ്യനല്ല, ഞാൻ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാണ്, ഞാൻ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടവകാശിയാണ്. ഇനി ഞാൻ സാധാരണക്കാരനല്ല, മനുഷ്യനെ പോലെ ഞാൻ തോൽക്കത്തില്ല, എൻ്റെ അയൽവക്കക്കാരനെ പോലെ ഞാൻ തോക്കത്തില്ല. ഞാൻ ജയാളിയായി ജീവനിൽ വാഴും, ക്രിസ്തുയേശു മുഖാന്തരം ജയത്തിൽ വാഴും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ മർമ്മത്തെ ആഴത്തിൽ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. പ്രിയ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഈ പ്രിയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ അകത്തെ കണ്ണിനെ ഇപ്പോൾ തന്നെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ അകത്ത് വന്നത് എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ സെക്കൻഡിൽ ഇവർ കയറി വരട്ടെ. അപ്പാ, ഇവരുടെ അകത്ത് വന്ന നിത്യജീവനെ കുറിച്ചുള്ള ഒരാഴമേറിയ ബോധ്യം, ഇവരുടെ അകത്ത് ഇപ്പോൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ജീവനെ കുറിച്ചുള്ള, ആ കൃപയെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ സെക്കൻഡിൽ ഇവരുടെ അകത്ത് തുറക്കട്ടെ. ആ കൃപയെക്കുറിച്ചുള്ള ഒരാഴമേറിയ ബോധ്യം ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ തുറക്കട്ടെ. ഇവർ ഇന്നു മുതൽ ഫലം കായ്ക്കുന്നവരായി മാറട്ടെ. ഇവരുടെ ഫലത്തെ തടഞ്ഞ ശക്തികളെ ബ്രേക്ക് ചെയ്യുന്നു. ഇവരുടെ ഫലം തടയപ്പെട്ടത് ഇവരുടെ ശ്രമം കാരണമാണ്. എന്നാൽ ഇന്നു മുതൽ ശ്രമമല്ല, ക്രിസ്തുവിൻ്റെ ജീവനാൽ ഇവർ ജയാളിയായി ജീവിതത്തിൽ വാഴും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു, തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. God bless you and see you in the next episode. Amen.